ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൊല്യൂഷൻ ടു ഫസ്റ്റ് ഓർഡർ ഹയർ ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് എ പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ്. അപ്പോൾ നേരിട്ട് എങ്ങനെ ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം എന്ന് പഠിക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് എന്താണ് ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, എന്താണ് ഈ പർട്ടിക്കുലർ ഇന്റഗ്രൽ, അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് എന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ കാരണം, ഇതൊക്കെ നമുക്ക് നോക്കാം. സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ഓർഡർ എന്ന പേരിലാണെങ്കിലും നമുക്ക് ഇതേ മെത്തേഡ് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ചെയ്യാൻ പറ്റും. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, എന്നാൽ ചിലയിടത്ത് ഹയർ ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ആയാലും ഹയർ ഓർഡർ ആയാലും നമുക്ക് ഈ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ ആണ്, ലീനിയർ ആണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഓരോ ടൈമും നോക്കാം. എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, അതേ 3 പോയിന്റ് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഡിപെൻഡന്റ് വേരിയബിളും അതിന് ഡെറിവേറ്റീവ്സിന്റെയും ഡിഗ്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഡിപെൻഡന്റ് വേരിയബിളിന്റെയും അതിന്റെ ഡെറിവേറ്റീവിന്റെയും പ്രോഡക്റ്റ് ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തത് ഡിപെൻഡന്റ് വേരിയബിളിന്റെയോ അതിന്റെ ഡെറിവേറ്റീവിന്റെയോ ലോഗരിതമിക്കോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസോ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ഈസ് y ആൻഡ് dy by dx. ഈ ടേമിന്റെ പ്രോഡക്റ്റ് വരാൻ പാടില്ല, അല്ലെങ്കിൽ y സ്ക്വയർ എന്നോ dy by dx ദ ഹോൾ സ്ക്വയർ എന്നോ എന്നൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഈ ആദ്യത്തെ 2 പോയിന്റ് ആണ് മെയിൻലി ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് എന്നാണ്. അപ്പോൾ ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഞാൻ പറഞ്ഞു y ഇൻറ്റു dy by dx എന്ന് വരാൻ പാടില്ല, പക്ഷേ x ഇൻറ്റു dy by dx വന്നാലും അത് ലീനിയർ തന്നെയാണ്. പക്ഷെ ഇവിടെ dy by dxന്റെ കോഎഫിഷ്യന്റ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് അല്ല, ഒരു വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ടോപ്പിക്കിനകത്ത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്. വിച്ച് മീൻസ് ഈ x എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് വരാൻ പാടില്ല. കാരണം അവിടെ എന്ത് വരാൻ പാടുള്ളൂ? അവിടെ കോൺസ്റ്റന്റ് വാല്യൂസ്, ദാറ്റ് ഈസ് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂസ് മാത്രമേ വരാൻ പാടുള്ളൂ. അവിടെ x അല്ലെങ്കിൽ xന്റെ ഫംഗ്ഷൻ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് എടുക്കാൻ കാരണം? അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. ഇവിടെ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് അല്ല, പകരം ഒരു വേരിയബിൾ കോഎഫിഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വളരെ പാടാണ്. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പോലും സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് വെച്ച് ചെയ്യാൻ കാരണം. അടുത്ത് നോക്കാം, പർട്ടിക്കുലർ സൊല്യൂഷൻ. എന്താണ് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു, ജനറൽ സൊല്യൂഷൻ പഠിച്ചു. ഫോർ എക്സാമ്പിൾ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ്. ഇതൊരു ജനറൽ സൊല്യൂഷൻ ആണ്. കാരണം എന്താണ്? c ഒരു കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂസ് ഫ്രം -∞ ടു +∞. അപ്പോൾ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സിക്ക് ഞാൻ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇതൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അപ്പോൾ സിക്ക് ഇങ്ങനെ ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഒരു യൂണിക് സൊല്യൂഷനും പർട്ടിക്കുലർ സൊല്യൂഷനും എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതിനെനിക്ക് 2 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തത്, two functions are linear independent solutions to a second order differential equation if one is not a constant multiple of another. ആദ്യത്തെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് 2 സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വൺ ഈസ് സൈൻ എക്സ് ആൻഡ് അതർ വൺ ഈസ് കോസ് എക്സ്. ഈ സൈൻ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ കോസ് എക്സിനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണോ? അല്ല. സിമിലർലി കോസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിനെ നമുക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നതാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഈ 2 സൊല്യൂഷനും എന്താണ്? ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ്. ദാറ്റ് ഈസ് വൺ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് അനദർ. വേറെ രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വി ഹാവ് ഇ റൈസ് ടു എക്സ് ആൻഡ് 3 ടൈംസ് ഇ റൈസ് ടു എക്സ്. ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സൊല്യൂഷനെ 3 വെച്ചിട്ട്, അതായത് ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. Therefore ഇതെന്താണ്? ഇതൊരു
ലീനിയർ ഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ്. അതായത് ഈ രണ്ട് സൊല്യൂഷനും എന്തല്ല, ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല, ദേ ആർ ഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ വേറൊരു സൊല്യൂഷന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആകരുത്. അങ്ങനെ ആയാൽ അതൊരു ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ അല്ലാതാവും. ഇനി എനിക്ക് ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷനെ വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് two functions y1 of x and y2 of x are linearly independent solution if c1 into y1 of x plus c2 into y2 of x is equal to 0 only when c1 and c2 are both 0. ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ you can take e raised to x plus 3 times e raised to x. You can write c1 into e raised to x plus c2 into 3 times e raised to x is equal to 0. അപ്പോൾ ഈ ഒരു ചോദ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ c1 ഉം c2 ഉം 0 അല്ലാതെ തന്നെ സപ്പോസ് c2 is equal to 1 ആണെന്ന് വിചാരിക്കുക. therefore we get 3 times e raised to x. c1 എന്നത് -3 ആണെന്ന് വിചാരിക്കുക. therefore we get -3 times e raised to x. അങ്ങനെയാണെങ്കിൽ we get -3 e raised to x plus 3 times e raised to x is equal to 0. അതായത് c1 ഉം c2 ഉം 0 ആകാതെ തന്നെ ഈ ടൈം എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇത് എന്തല്ല, ഇതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ അല്ല. Whereas if you take this case sin x plus cos x, if you write c1 sin x plus c2 cos x, ഈ ഒരു ടൈമിനെ എനിക്ക് 0 ആക്കണമെങ്കിൽ എന്തായിരിക്കണം, c1 ഉം 0 ആയിരിക്കണം, c2 ഉം 0 ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് നമ്മുടെ സൊല്യൂഷൻ എങ്കിൽ നമുക്ക് ഈ രണ്ട് സൊല്യൂഷനെ എന്ത് വിളിക്കാം, ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് എന്ന് വിളിക്കാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷൻസ്. ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. അതിൽ ഒരു ഡെഫിനിഷൻ ഫസ്റ്റ് ഓർഡറിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒന്ന് വായിച്ചു നോക്കാം. ദ ഫസ്റ്റ് വൺ സ്റ്റേറ്റ്സ് ദാറ്റ്, അതായത് രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ വൺ, ദ ഫസ്റ്റ് വൺ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫംഗ്ഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈസ് ഈക്വൽ ടു 0 ഈസ് എ ഹോമോജീനിയസ് ഇഫ് എം ആൻഡ് എൻ ആർ ബോത്ത് ഹോമോജീനിയസ് ഫംഗ്ഷൻസ് ഓഫ് ദ സെയിം ഡിഗ്രി. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആകണമെങ്കിൽ ഈ തന്നിരിക്കുന്ന എം ആൻഡ് എൻ എന്തായിരിക്കണം, ദേ ബോത്ത് ഹാവ് ടു ബി എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ദ സെയിം ഡിഗ്രി. എന്നാൽ രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കാം. ദ സെക്കൻഡ് ഡെഫിനിഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എനി ഓർഡർ ഈസ് ഹോമോജീനിയസ് ഇഫ് വൺസ് all the terms involving the unknown function are together on one side of the equation and the other side is identically 0. അപ്പോൾ ഇത് പറയുന്നൊന്നുമില്ല, ഈ അൺനോൺ ഫംഗ്ഷൻ സപ്പോസ് ഞാൻ എഴുതിയാണ് dy by dx, ഇതിലെ അൺനോൺ ഫംഗ്ഷൻ ഏതാണ്, y ആണ് നമ്മുടെ അൺനോൺ ഫംഗ്ഷൻ. ഇവിടെ പറയുന്നത് അൺനോൺ ഫംഗ്ഷൻസിന്റെ ടേംസ് എല്ലാം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുകയും അങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ് എങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ y double dash plus 5 times y dash plus y is equal to 0 is homogeneous. കാരണം എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 ടേം ഉണ്ട്. 3 ടേമും എന്തിന്റെ ടേം ആണ്, ഈ തന്നിരിക്കുന്ന അൺനോൺ ഫംഗ്ഷന്റെ ടേംസ് ആണ്. വേറസ് y double dash plus 5 times y dash plus y is equal to x is not homogeneous. കാരണം എന്താണ്, ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തല്ല, 0 അല്ല. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, എന്നാൽ എന്തുകൊണ്ട് y double dash plus 5 times y dash plus y minus x is equal to 0 എന്ന് എഴുതി റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കി വിടാണ്. അപ്പൊ നമ്മൾ ഓർക്കുക, രണ്ട് കണ്ടീഷൻ ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് മാത്രമേ കാണാവൂ, അൺനോൺ ഫംഗ്ഷന്റെ ടേംസ് മാത്രമേ കാണാവൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആയിരിക്കണം. ഞാൻ എക്സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ അൺനോൺ ഫംഗ്ഷൻ മാത്രമല്ല, ഒരു നോൺ ഫംഗ്ഷൻ എക്സും കൂടെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്തല്ല, ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് unlike first order non-homogeneous differential equation, we can't solve a second order non-homogeneous differential equation unless we convert the non-homogeneous differential equation to a homogeneous differential equation. അതായത് തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ എനിക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റാതെ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. വേറസ് ഇൻ ഫസ്റ്റ് ഓർഡർ ആയിരുന്നെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന ഹോമോജീനിയസിനെയും സോൾവ് ചെയ്യാം, എനിക്ക് തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെയും എനിക്ക് സോൾവ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ എനിക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അതിനെ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് ആദ്യം അതിനെ കൺവേർട്ട് ചെയ്യണം.
അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പക്ഷേ രണ്ട് ഡൗട്ട് ഉണ്ടാകാം. ഒന്നാമത്തത്, സോ ഹൗ ദാറ്റ് കൺവേർഷൻ ഇസ് ഡൺ, എങ്ങനെയാണ് ആ കൺവേർഷൻ നമ്മൾ നടത്തുന്നത്, എങ്ങനെയാണ് ആ നോൺ ഹോമോജീനിയസിനെ നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റുന്നത്. രണ്ടാമത്തത്, ആഫ്റ്റർ കൺവേർഷൻ ഹൗ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ നോൺ ഹോമോജീനിയസിനെ ഹോമോജീനിയസ് ആയിട്ട് മാറ്റിയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോവാം. എങ്ങനെയാണ് ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഹോമോജീനിയസ് ആക്കി മാറ്റുന്നത്. നമ്മൾ ആദ്യം ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് a of x y double dash plus b of x y dash plus c of x y is equal to d of x. ഇവിടെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഒന്നും കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് അല്ല, പക്ഷേ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ലീനിയർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷനെ എനിക്ക് ഹോമോജീനിയസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? It can be converted into a homogeneous one simply by replacing the right hand side by 0. അതായത് ഈ d of x നെ എനിക്ക് എന്ത് ചെയ്താൽ മതി? 0 വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. So I can write a of x y double dash plus b of x y dash plus c of x y is equal to 0. ഞാൻ പറഞ്ഞു ഈ ഒരു ചോദ്യം ഹോമോജീനിയസ് ആയിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കണ്ടീഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്ന്, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിരിക്കണം. രണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കണം, അൺനോൺ ഫംഗ്ഷന്റെ ടൈംസ് മാത്രമേ ഉണ്ടാവൂ. ഇവിടെ നോക്കാം, y ആണ് അൺനോൺ ടൈംസ്, ഇത് y ന്റെ ടൈം ആണ്, ഇതും y ന്റെ ടൈം ആണ്, ഇതും y ന്റെ ടൈം തന്നെയാണ്. ഓക്കെ, only thing that it is multiplied with a coefficient, but still ഇത് എന്താണ്, ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫുള്ളും അൺനോൺ ഫംഗ്ഷന്റെ ടൈംസും റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷനെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആദ്യത്തെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ 2, ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ, is called homogeneous equation corresponding to the non-homogeneous equation 1. ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി എങ്ങനെയാണ് ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഹോമോജീനിയസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ആ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഇപ്പോൾ നമ്മുടെ എന്താണുള്ളത്, നമ്മൾ അതിനെ ഹോമോജീനിയസ് ആക്കി മാറ്റി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ അതിനർത്ഥം ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനും നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ആ റിലേഷൻ എന്താണെന്ന് നോക്കാം. There is an important connection between the solution of a non-homogeneous linear equation and the solution of its corresponding homogeneous equation. The two theorems related to this are as follows. So we have two theorems, theorem 1 and theorem 2, which is showing the relation between the solution of a non-homogeneous equation and ഹോമോജീനിയസ് ഇക്വേഷൻ. ഈ രണ്ട് തിയറവും നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. തിയറം 1ലേക്ക് പോവാം. ഇഫ് y1 and y2 are linearly independent solution of the linear homogeneous equation 2, then the general solution of the linear homogeneous equation is given by yh is equal to c1y1 plus c2y2. അതായത് നമ്മൾ നോൺ ഹോമോജീനിയസ് എന്താക്കി മാറ്റി, ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കി മാറ്റി. അപ്പോൾ ഈ ഹോമോജീനിയസ് ഇക്വേഷൻ നിന്നും എനിക്ക് രണ്ട് ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കിട്ടുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് y1 ആൻഡ് y2. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എനിക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് yh, ഇവിടെ h ഉദ്ദേശിക്കുന്നത് ഹോമോജീനിയസ് ആണ്. അങ്ങനെ yh എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ജനറൽ സൊല്യൂഷൻ ആണ്. ദാറ്റ് ഈസ് yh ഈസ് സിംപ്ലി c1y1 പ്ലസ് c2y2. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഇക്വേഷന്റെ ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ y1 ഉം y2 ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സിംപ്ലി എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് y1 ആൻഡ് y2. y1 ആൻഡ് y2 എന്ന് പറയുന്ന ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷന്റെ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക്
general solution കിട്ടും. Therefore here I can write the general solution of homogeneous differential equation തന്നിരിക്കുന്ന linear homogeneous differential equation general solution എനിക്ക് എങ്ങനെ എഴുതാം? I can write y is equal to c1y1 plus c2y2. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കിട്ടിയത്? homogeneous differential equation general solution കിട്ടി. പക്ഷെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. Theorem 2. If P is any particular solution of the linear non-homogeneous equation 1 and if YH is the general solution of the corresponding homogeneous equation, then the general solution of the linear non-homogeneous equation is given by YNH, that is NH ഇവിടെ non-homogeneous ആണ്, is equal to YH plus P. അതായത് ഈ P എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഇതാണ് നമുക്ക് തന്നിരുന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് P എന്ന് വിചാരിക്കുക. ആൻഡ് നമ്മൾ ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷനെ എന്താക്കി മാറ്റി? ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റി. അതിന്റെ ജനറൽ സൊല്യൂഷൻ ആണ് YH എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ടോട്ടൽ സൊല്യൂഷൻ എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തു ഹോമോജീനിയസ് ആക്കുന്നു. ആ ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ, ഓക്കെ, അതിനെ ഞാൻ GS1 എന്ന് വിളിക്കുകയാണ്, പ്ലസ് ഇതേ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ GS എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. ഇവിടെ GS1 എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഈ നോൺ ഹോമോജീനിയസിനെ ഹോമോജീനിയസ് ആക്കി മാറ്റുന്നു, അതിന്റെ ജനറൽ സൊല്യൂഷൻ പ്ലസ് ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഫൈൻ. അപ്പോൾ നിങ്ങൾ ആകെ കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഇത് മാത്രമാണ്. ദാറ്റ് ഈസ് general solution of a linear non-homogeneous differential equation is equal to general solution of homogeneous differential equation plus particular solution of given non-homogeneous differential equation. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ്. ഇവിടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ, അതായത് ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് ആക്കിയെടുക്കുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നോൺ ഹോമോജീനിയസിന്റെയും ഇവിടെ ഹോമോജീനിയസിന്റെയും ജനറൽ സൊല്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ഈ ടേമിനെ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The general solution of the corresponding homogeneous equation, which has been denoted here by YH, is sometimes called as complementary function of the non-homogeneous equation. അടുത്തത് particular solution of a given non-homogeneous differential equation. ഈ particular solution ചിലപ്പോൾ നമ്മൾ എന്ത് പറയും? particular integral എന്ന് പറയും. Therefore I can write the complete solution is equal to complementary function plus particular integral. ഈ ഇക്വേഷനെ മാറ്റി എഴുതിയതാണ്. ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പോൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് നോൺ ഹോമോജീനിയസ് അല്ല, അത് ഹോമോജീനിയസ് ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ഇന്റഗ്രൽ ഉണ്ടാകില്ല. എന്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ? ജനറൽ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അടുത്തത് നമ്മൾ ഇപ്പോൾ പഠിച്ച രണ്ട് തിയറത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ആ തിയറം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, the differential equation y double dash minus 2y dash plus y is equal to 0 is satisfied by the functions y1 is equal to e raised to x and y2 is equal to x into e raised to x. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, is any linear combinations of y1 and y2 is also a solution of this equation? രണ്ടാമത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ what is its general solution? ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? ഞാൻ പറഞ്ഞു ഇത് തിയറം 1 അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ആ തിയറം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഒന്നും കൂടെ.
Theorem 1 states that if y1 and y2 are linearly independent solution of the linear homogeneous equation, then the general solution of the linear homogeneous equation is yh is equal to c1y1 plus c2y2. അതായത് നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ y1 ആൻഡ് y2 ആണെങ്കിൽ അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? സിംപ്ലി c1y1 പ്ലസ് c2y2 ആണ്. അപ്പോൾ ഞാൻ തിയറം 1 പറയാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു, ഈ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y1 ആൻഡ് y2വിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണെന്ന്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? y1ന്റെയും y2വിന്റെയും ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, y1ന്റെയും y2വിന്റെയും ലീനിയർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ c1y1 പ്ലസ് c2y2 ആണ്. ഹിയർ c1ഉം c2ഉം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചോദ്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ചോദ്യം എന്തായിരുന്നു? Is any linear combination of y1 and y2 is also a solution to this equation? y1ന്റെയും y2വിന്റെയും ലീനിയർ കോമ്പിനേഷൻ ഒരു സൊല്യൂഷൻ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തിയറത്തിനകത്ത് വായിച്ചതാണ്, y1ഉം y2ഉം ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ് എങ്കിൽ y1ന്റെയും y2വിന്റെയും ലീനിയർ കോമ്പിനേഷൻ ഒരു ജനറൽ സൊല്യൂഷൻ ആണെന്ന്. therefore നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? y1ഉം y2ഉം ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണോ എന്ന്. y1 എന്താണ്? e raised to x, y2 എന്താണ്? x into e raised to x. അപ്പോൾ എന്താണ് ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സൊല്യൂഷനെ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ സൊല്യൂഷൻ കിട്ടരുത്. ഇവിടെ e raised to x നെ ഞാൻ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് x into e raised to x കിട്ടും. പക്ഷേ x എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ e raised to x നെ എനിക്ക് കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് കിട്ടില്ല? x into e raised to x കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ e raised to x ഉം x into e raised to x എന്താണ്? ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ്. അങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണെങ്കിൽ ഈ e raised to x ന്റെയും x into e raised to x ന്റെയും ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും? തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് അത് ഉത്തരം കിട്ടി. ഉത്തരം എന്താണ്? yes ആണ്. അതായത് y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആയതുകൊണ്ട് അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒരു സൊല്യൂഷൻ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഇസ് ജനറൽ സൊല്യൂഷൻ? ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? yh is equal to c1y1 plus c2y2 where y1 and y2 are linearly independent solution. ഇവിടെ നമുക്ക് കിട്ടി ഈ y1ഉം ഈ y2 എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? I can write yh is equal to c1 into e raised to x plus c2 into x into e raised to x. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ? ഇത് ഹോമോജീനിയസ് ആണ്. കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അൺനോൺ ഫംഗ്ഷന്റെ ടേംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വെരിഫൈ ദാറ്റ് y is equal to 4x minus 5 satisfy the equation y double dash plus 5y dash plus 4y is equal to 16x. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ ഈ പറയുന്ന y is equal to 4x minus 5 എന്നുള്ളത്? അങ്ങനെ y is equal to 4x minus 5 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഇതൊരു സൊല്യൂഷൻ ആണ്. രണ്ടാമത്തെ നോക്കാം. given that y1 is equal to e raised to minus x and y2 is equal to e raised to minus 4x are solutions of the corresponding homogeneous equation, write the general solution of the given non-homogeneous equation. അതായത് ഇവിടെ തന്നിരിക്കുന്നത് y1 and y2 ഇത് രണ്ടും എന്താണ്? ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ് y1ഉം y2. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y is equal to 4x minus 5 ഈ ക്വസ്റ്റ്യനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ y is equal to 4x minus 5. Therefore y dash is equal to 4 and y double dash is equal to 0. ഈ വാല്യൂസ് ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. y double dash എന്താണ്? 0 ആണ്. Therefore 0 plus 5 times y dash. y dash എന്താണ്? 4 ആണ്. Plus 4 times y. y എന്താണ്? 4x minus 5. ചെയ്തു നോക്കാം. 5 into 4 20. 16x minus 20. Cancel ആയിപ്പോവും. What we get? 16x ആണ് നമുക്ക് കിട്ടുന്നത്.
we can see we got y double dash plus 5y dash plus 4y is equal to 16x. അത് തന്നെയാണ് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത്. therefore y is equal to 4x minus 5 എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. given that y1 is equal to e raised to minus x and y2 is equal to e raised to minus x are solutions of the corresponding homogeneous equation. അപ്പോൾ ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? y double dash plus 5 times y dash plus 4y is equal to 0 എന്ന് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അൺനോൺ ഫംഗ്ഷന്റെ ടേംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ സൊല്യൂഷൻ ആണ് y1 is equal to എന്താണ്? e raised to minus x, y2 is equal to e raised to minus 4x. അപ്പോൾ നമ്മുടെ തിയറം 1 ഒരു കാര്യം പറയുന്നുണ്ട്. തിയറം 1 പറയുന്നത് y1 ഉം y2 ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ് എങ്കിൽ ഈ തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ്? c1y1 plus c2y2 ആണ്. ഇനി അറിയേണ്ടത് y1 ഉം y2 ഉം ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണോ എന്നാണ്. എങ്ങനെയാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യുന്നത്? ഒരു സൊല്യൂഷനെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൊല്യൂഷൻ കിട്ടരുത്. ഇവിടെ നോക്കാം, e raised to minus x നെ എനിക്ക് ഏത് കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് e raised to minus 4x കിട്ടില്ല. e raised to minus 4x നെ ഞാൻ ഏത് കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് e raised to minus x കിട്ടില്ല. therefore ഈ തന്നിരിക്കുന്ന y1 ഉം y2 എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ജനറൽ സൊല്യൂഷൻ yh is equal to c1 e raised to minus x plus c2 e raised to minus 4x. ഇതാണ് നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ y double dash plus 5y dash plus 4y is equal to 16x എന്ന് പറയുന്ന നോൺ ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ തിയറം 2 പഠിച്ചതാണ്. ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റർവൽ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. എന്തിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ? നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നമുക്ക് ഓൾറെഡി ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ കിട്ടി. ദാറ്റ് ഈസ് c1 e raised to minus x plus c2 e raised to minus 4x. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ. നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ഇതാണ്, y double dash plus 5y dash plus 4y is equal to 16. ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻഫാക്ട് നമ്മൾ അത് ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തിരുന്നു? y is equal to 4x minus 5 എന്ന് പറയുന്ന ഇക്വേഷൻ ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ y is equal to 4x minus 5 എന്ന് പറയുന്നത് എന്താണ്? പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ഈ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ, അതിനാണ് നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ. ദാറ്റ് ഈസ് c1 e raised to minus x plus c2 e raised to minus 4x plus particular solution of the non-homogeneous equation, that is 4x minus 5. ഇതാണ് നമ്മുടെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആകെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ 4x minus 5 ആണ്. 4x minus 5 ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വെരിഫൈ ചെയ്തിരുന്നു. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ സൊല്യൂഷന്റെ ആർബിട്രറി കോൺസ്റ്റന്റിന് നമ്മൾ
പർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 4x-5 എന്തിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്? നമ്മുടെ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷനകത്ത് ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടാവും. അതിന് നമ്മൾ ഏതെങ്കിലും വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ പറയുന്ന പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇവിടെ നോക്കാം, ഈ തന്നിരിക്കുന്നതാണ് എന്ത്? നോൺ ഹോമോജീനിയസിന്റെ ജനറൽ സൊല്യൂഷൻ. ഇതിലെ കോൺസ്റ്റന്റിന് നമ്മൾ ഏതെങ്കിലും വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കാം, c1 e raised to minus x plus c2 e raised to minus 4x plus 4x minus 5. അപ്പോൾ ഈ ജനറൽ സൊല്യൂഷനകത്ത് ഞാൻ c1 ഉം c2 ഉം 0 കൊടുക്കുകയാണ്. ഓക്കെ, c1 is equal to 0, c2 is equal to 0 എന്ന പർട്ടിക്കുലർ വാല്യൂ എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? I get 4x minus 5 എന്ന് കിട്ടുന്നു. അപ്പോൾ അതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ജനറൽ സൊല്യൂഷനകത്ത് നമ്മൾ കോൺസ്റ്റന്റിന് പർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്.